ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സ് എപ്പോഴും ഈ ലോക വിഷയങ്ങളിൽ കൂടെ തന്നെ വ്യാപരിച്ചു കൊണ്ടാണിരിക്കുന്നത്. എന്നാൽ ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് മാറി മാറി സുഖദുഃഖാദികൾ അനുഭവിച്ചും കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിൽ നിന്നും പരമമായ സത്യത്തിലേക്ക് നമ്മുടെ മനസ്സൊന്ന് തിരിഞ്ഞാൽ അവിടെ പിന്നെ നമുക്ക് നിർത്തേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ഏറ്റവും നമ്മുടെ പരമപ്രാപ്യ സ്ഥാനമായിരിക്കുന്നത്. ഇങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ ഏകമായ പരമാത്മതത്വത്തിലേക്ക് നിശ്ചലമാക്കി നിൽക്കാറായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അതിനാണ് ഇവിടെ പറയുന്നത്, എത്തേണ്ട ദിക്കിൽ നിന്ന് ചിത്തം ചെന്നാൽ ചിത്തം ചലിക്കുകയില്ല പിന്നെ. അത്രത്തോളം യത്നം ആലോചനാപൂർവം നിത്യം നീ ചെയ്യണം എന്നുമെന്നും. എത്തേണ്ട ദിക്കിൽ നിന്ന് ചിത്തം ചെന്നാൽ, നമ്മുടെ മനസ്സ് എത്തേണ്ട ദിക്ക് എവിടെയാണ്? ഈ വിഷയതലം വിട്ട് ബോധതലത്തിലേക്ക് ഉയരുന്നതാണ് എത്തേണ്ട ദിക്ക്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് ചാഞ്ചല്യമില്ല. മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കൂടി ഒഴുകി അവിടെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളും സുഖദുഃഖങ്ങളും തെറ്റും ശരിയും നല്ലതും ചീത്തയും ഇങ്ങനെ പല ഭാവനകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ജീവനെ എപ്പോഴും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു തടാകം പോലെയാക്കി തീർക്കുന്നു നമ്മുടെ അന്ധക്കരണത്തെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ. അതിൽ നിന്നും മനസ്സെവിടെ നിന്നുണ്ടായോ ആ ഉൽപ്പത്തി സ്ഥാനത്തേക്ക്, ഈ വിഷയജാലങ്ങളിൽ നിന്ന് ഉൽപ്പത്തി സ്ഥാനത്തേക്ക് തിരിച്ചു പോകുന്നതാണ് എത്തേണ്ട ദിക്ക്. എത്തേണ്ട ദിക്കിൽ നിന്ന് ചിത്തം ചെന്നാൽ, നമ്മുടെ മനസ്സ് എത്തേണ്ട ആ സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ ചിത്തം ചലിക്കുകയില്ല പിന്നെ. പിന്നെ നമ്മുടെ മനസ്സിനെ യാതൊരു ചാഞ്ചല്യവും ഉണ്ടാവുകയില്ല. അത്രത്തോളം യത്നം ആലോചനാപൂർവം, ആ എത്തേണ്ട ദിക്കിൽ എത്തുന്നത് വരെ ആലോചനയോടുകൂടി നിത്യം നീ അത്രത്തോളം യത്നം ആലോചനാപൂർവം നിത്യം നീ ചെയ്യണം എന്നുമെന്നും. എന്നും നമ്മൾ ആലോചനയോടുകൂടി എത്തേണ്ട ദിക്കിൽ എത്തുന്നത് വരെ നമ്മൾ മനസ്സിനെ മെരുക്കിക്കൊണ്ടേ ഇരിക്കണം. ഒരാനക്കുട്ടിയെ പന്തിയിലിട്ട് അതിൻ്റെ പാപ്പാൻ പലതരത്തിൽ അതിനെ മെരുക്കിയെടുക്കുന്നു. അങ്ങനെ പലനാൾ നിത്യേനയുള്ള അഭ്യാസം കൊണ്ട് ആ ആന പിന്നീട് വളരെ ഇണക്കമുള്ളതായിത്തീരുന്നു. അതുപോലെ ഒരു സർക്കസ് അഭ്യാസി 3 വയസ്സ് മുതൽ ഒരു കുട്ടി അഭ്യാസം തുടങ്ങിക്കഴിയുന്നു. അത് നിത്യേന അഭ്യസിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ആ വിഷമമേറിയത് അനുഷ്ഠിക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എന്നും ഇപ്രകാരത്തിൽ ചെയ്താൽ നമ്മുടെ മനസ്സിനെയും നമുക്ക് സ്വാധീനമാക്കാൻ സാധിക്കുന്നതാണ്. ആ മനസ്സ്വാധീനം നമുക്ക് കൈവന്നാൽ പരമമായ സുഖത്തിൻ്റെ ഉടമകളായിത്തീരും നമ്മൾ. സുഖം മാത്രമല്ല, സുരക്ഷയും പരമാനന്ദവും നമ്മുടെ സ്വഭാവമായിത്തീരും. എത്തേണ്ട ദിക്കിൽ നിന്ന് ചിത്തം ചെന്നാൽ ചിത്തം ചലിക്കുകയില്ല പിന്നെ. അത്രത്തോളം യത്നം ആലോചനാപൂർവം നിത്യം നീ ചെയ്യണം എന്നുമെന്നും. ഇത്തരത്തിലുള്ള സുഭാഷിത രത്നങ്ങൾ, ഇത് അമൂല്യമായ രത്നങ്ങളാണ്. ഈ രത്നങ്ങളെ വീണ്ടും വീണ്ടും നമ്മൾ മനനം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. ഇത് കാണാപ്പാഠം പഠിച്ച് മറ്റുള്ളവരോട് പറഞ്ഞതുകൊണ്ടായില്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രായോഗികം ആക്കേണ്ടവയാണ്.
ആധ്യാത്മിക തത്വങ്ങളെല്ലാം തന്നെ വാചാവേദാന്തം അല്ല, അത് നമ്മുടെ ജീവിതവുമായി അഴുകിച്ചേരേണ്ടതാണ്, ജീവിതമായി ഒന്നിച്ചു ചേരേണ്ടതാണ്. അത് ജീവിച്ച് നാം പ്രായോഗികം ആക്കേണ്ടതാണ്. എത്തേണ്ട ദിക്കിൽ നിൻ ചിത്തം ചെന്നാൽ ചിത്തം ചലിക്കുക ഇല്ല പിന്നെ, അത്രത്തോളം യത്നമാലോചനാപൂർവം നിത്യം നീ ചെയ്യണം എന്നുമെന്നും.